അവിടുന്ന് അതിനെയാണെങ്കിൽ നോക്കുന്നത് കേട്ടോ. കണ്ടോ 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 പോകുന്നു കണ്ടോ, അതോ ദേ പോകുന്നു അവിടെ, ദേ കണ്ടോ ആ പൂച്ച അവിടെ പോകുന്നു. അതാണ് ഇവന്. ബുള്ളറ്റ് അല്ല പൊന്ന, അത് വേറെ പൂച്ചയാണ്, ബുള്ളറ്റ് അല്ല. അപ്പം എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ആ ബുള്ളറ്റ് അല്ല പൊന്ന, വേറെ പൂച്ചയാണ്. ആയ് പോയാ പൊന്നു പോയാ? മോൻ ഉറങ്ങാൻ കിടക്കുകയാണോ? ദേ വന്ന് ഫ്രണ്ട്സ്, ദേ വലിയ റൗണ്ട് ഫിലയിലൊക്കെ തലയും വെച്ച് ചുരുണ്ട് കൂടി കിടക്കുന്നു കേട്ടോ, തണുപ്പായത് കാരണം. ഇനിയിപ്പോൾ അവൻ്റെ ഡാഡി വരുന്നുണ്ട്, എന്നിട്ടൊന്ന് പുതപ്പിച്ചൊക്കെ കൊടുക്കും. ദേ ചുരുണ്ട് കൂടി കിടക്കുന്ന കേട്ടോ. ഉറക്കം വന്നിട്ട് ഈ ചുരുണ്ട് കൂടി കിടക്കണം, തണുത്തിട്ടാണ് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഉറക്കം വന്നു കഴിഞ്ഞാൽ തന്നെ കട്ടിൽ കയറി പില്ലോയിൽ തല വെച്ച് കിടന്നോളും കേട്ടോ. ഇത് കണ്ടു കൂനി പിടച്ച് കിടക്കുന്നത് തണുത്തിട്ടാണ്, പാവം. ഇനി എൻ്റെ അച്ഛൻ വന്നിട്ട് ഷാളൊക്കെ കുടഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഇട്ട് കൊടുക്കും. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഒരുത്തൻ തണുത്തിട്ട് ചൂരിങ്ങി കണ്ടോ, കിടപ്പ് കണ്ടോ, ചുരുങ്ങി കൂടി കാലും കൈയൊക്കെ കൂടെ ചുരുക്കി കൂട്ടി കിടക്കുന്നു. നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് ജലദോഷമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ മോൻ കിടന്നുറങ്ങിയായിട്ട് ഡാഡി ഷാളിട്ട് പുതച്ച് തരും. ഡാഡി ഇപ്പം തന്നെ വരും. ഡാഡി ഇല്ലാതെ അവൻ ശരിക്കും ഉറങ്ങിയില്ല. ഡാഡിക്ക് വയ്യ, ജലദോഷവും ചുമയൊക്കെയാണ്. ഇതാണ് സ്റ്റൈല്. ഇത് കഴിഞ്ഞു കൈയും കാലും ഒക്കെ കൂടെ ചുരുങ്ങി കൂടിയാണ് കിടക്കുന്നത്. കിടന്നോ, ഡാഡി വന്ന് അമ്മി പുതപ്പിച്ച് തരാം. നിൽക്ക്, കിടന്നോട്ട് തണുക്കണം എൻ്റെ പൊന്നിന് തണുക്കണം. ഇനി നാളെ ഈ ഷാള് മാറ്റണം. ഷാള് നല്ല ചൂടുണ്ട് കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് ഈ ഷാളിട്ട് പുതച്ച് കൊടുക്കുന്നവന്. ഇത് കണ്ടോ, തണുത്തിട്ട് ഷാളിട്ട് പുതച്ച് കൊടുത്തതാട്ടോ. കിടക്കട്ടെ. കൂർക്കം വലിക്കുന്ന കേട്ടോ. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. 9 മണിയായപ്പോൾ വന്ന് തന്നെ വന്ന് തലയൊക്കെ വെച്ച് കിടക്കുന്നു. കണ്ടോ ഫ്രണ്ട്സ്, അവൻ രാവിലെ 5 മണിക്ക് മോർണിംഗ് വാക്കിനൊക്കെ പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് മണി 6:30 എന്നിട്ടും എണീക്കണില്ല, തണുപ്പ്. മോർണിംഗ് വാക്കിനൊക്കെ പോയി കാലൊക്കെ തുടച്ചു കൊടുത്തു. എന്നിട്ട് അച്ഛൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്ന കേട്ടോ. 6:30 മണിയായിട്ട് എണീക്കണില്ല. ഇല്ലെങ്കിൽ അവൻ ചായ കൊടുക്കാൻ, ഡാഡിക്ക് ചായ കൊടുക്കാനും ഒക്കെ വരുന്ന ആളാണ് കേട്ടോ. ഇത് കണ്ടോ, 5 മണിക്ക് എണീറ്റ് അച്ഛൻ കൊണ്ടുപോയി റോട്ടിലൊക്കെ കൊണ്ടുപോയി കാലൊക്കെ തുടപ്പിച്ച് കൊടുത്തു, എല്ലാം ചെയ്തു. പിന്നെ ഇവനെ കാണാനില്ല കേട്ടോ. ദേ കിടക്കുന്നു, അച്ഛൻ്റെ കൂടെ കിടക്കുന്നതായി കാണുന്നത് കണ്ടല്ലോ. കണ്ടോ, അച്ഛൻ്റെ കൂടെ കിടക്കുന്ന സീനാണ് കേട്ടോ. അച്ഛനും മോനും കിടക്കുന്ന സീനാണ് കേട്ടോ. കിടക്കുന്നത് പാവം. ടോയ്സൊക്കെ ഇവിടെ ഉണ്ട്. രാവിലെ വന്ന് കുറച്ച് നേരം ടോയ്സൊക്കെ എടുത്തിട്ട് കളിച്ചു കേട്ടോ. ഈ ടോയ്സൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, ബോളൊക്കെ. എന്നിട്ട് ഇത് തണുപ്പുള്ളതുകൊണ്ട് കയറി കിടക്കുന്നു അച്ഛനും മോനും കൂടെ. കണ്ടോ, പറഞ്ഞാൽ വിശ്വസിക്കും ആരെങ്കിലും അല്ലേ ഈ കിടപ്പ്? പാവം. ഇങ്ങനെയൊക്കെ കിടക്കുന്നു. കണ്ടോ കണ്ടോ എങ്ങനെയൊക്കെ കിടക്കുന്നത് ഈ ചെക്കൻ. വള്ളക്കുട്ടൻ കിടക്കുന്ന കിടപ്പ് കണ്ടു. കൈയൊക്കെ മുകളിലേക്ക് പൊക്കി വെച്ചു. കിടക്കുന്ന സ്റ്റൈലൊക്കെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ കാണണം ഫ്രണ്ട്സ്, എങ്ങനെയൊക്കെയാണ് കുഞ്ഞു കുട്ടികളെ പോലെ. പാവം. കിടക്കട്ടെ, ശല്യപ്പെടുത്തുന്നില്ല, കിടക്കട്ടെ, നല്ലവണ്ണം കിടക്കട്ടെ. അവന് ഇഷ്ടമുള്ളതുപോലെ ഉറങ്ങട്ടെ അല്ലേ, ശല്യപ്പെടുത്തണ്ട. എണീക്കുമ്പോൾ എണീക്കട്ടെ. ഈ സമയത്തൊക്കെ വന്ന് ബിസ്ക്കറ്റ് കഴിക്കാൻ വരുന്നവനായിട്ടോ. ചായ കൊടുക്കും. വന്ന 100 പ്രാവശ്യം അടുക്കളയിൽ വന്നിട്ട് ഡാഡിക്ക് ചായ. ഡാഡിക്ക് ഞാൻ 5 മണിക്ക് ചായ കൊടുത്തു. സുഖമില്ല പുള്ളിക്ക് കേട്ടോ, അതുകൊണ്ട് വേണ്ട, ഇഷ്ടത്തിനനുസരിച്ച് കിടക്കട്ടെ. അച്ഛൻ്റെ അടുത്ത് പില്ലോയിൽ തലയൊക്കെ വെച്ചങ്ങനെ കിടക്കണം മോൻ. നിങ്ങൾ എണീക്കുന്നൊന്നും ഇല്ലേ?
5 മണിക്ക് മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞു. നല്ല തണുപ്പായിരുന്നു അല്ലേ പൊന്നോ, നല്ല മഞ്ഞുണ്ട്. എൻ്റെ ഡാഡിക്ക് മമ്മ ചായ ഇട്ട് കൊടുത്തു ഇല്ലേ. അമ്മ നോവേനയൊക്കെ കൂടി. മോന് കാലൊക്കെ തുടച്ച് നിന്നിട്ട് പിന്നെയും ചെന്ന് ഡാഡിയുടെ കിടന്നു. തണുപ്പുണ്ടായിട്ട് എണീക്കാൻ വയ്യേ. ഇനി 10 മണിക്ക് വെയിൽ ഉദിക്കുള്ളൂ. കളിച്ച് ദേ ബോളൊക്കെ എടുത്ത് കയ്യിൽ ദേ എവിടെ പോയിരുന്നാൽ ആ ബോളുണ്ടാവും കേട്ടോ. ദേ ബോൾ പിടിച്ച് കൂട്ടിക്കിടക്കണം അങ്ങനെ. ദീപക്ക് അടിച്ചു വാരുന്നുണ്ട് അവിടെ. ദീപക്കേ അടിച്ചു വാരുന്നു. അടിച്ചു വാരുന്നു. 2 കാലും ചോട്ടക്കാലും ബടാക്കാലും ഒക്കെ കിടന്നിട്ട് അവിടെ എന്താ മേയുന്നത് വേസ്റ്റ് വണ്ടിയിൽ. ദേ ദേ ചോട്ടക്കാലും ബടാക്കാലും ഒക്കെ ഇരുന്ന് മേയുന്ന കണ്ടോ. ആ പോയി അങ്ങള് പോയി. തണുപ്പത്തിരിക്കണ്ട ബാ വന്നോ, ബാ തണുപ്പത്തിരിക്കണ്ട ബാ വന്നോ ബാ അകത്തേക്ക് ബാ. അവന് തണുപ്പത്തിരിക്കണ്ട. അത് വേസ്റ്റ് വണ്ടികളൊക്കെ വരുന്ന കണ്ടോ, വണ്ടി വേസ്റ്റ്. അതേ അങ്കിള് കണ്ട് വർത്താനം പറയുന്നു. അങ്കിള് കണ്ട് വർത്താനം പറയുന്നു. ദേ അങ്കിള് കണ്ടടാ നിന്നെ, എന്നിട്ട് വർത്താനം പറയുന്നു. അവിടെ നിന്ന് എന്തോ ചോദിക്കുന്നേ. ദേ കണ്ടോ. വിളിക്കുന്നേ, ടാറ്റ പറയുന്നു. അങ്കിള് ടാറ്റ പറയുന്നു. കണ്ടോ, അങ്കിള് ടാറ്റ പറയുന്നു. കണ്ടോ ടാറ്റ എന്ന് പറയുന്ന അങ്കിള്. ദീ വരുന്നടാ പൊന്നിനോട് വർത്താനം പറയാൻ വന്നുണ്ട്. കണ്ടോ അങ്കിള്. കീ കൊരിച്ചോ, ഇതൊക്കെ ഫലം വെച്ചോ. പുറത്തു വേണ്ട, മഞ്ഞുണ്ട്. ദീപക്ക് അടിച്ചു വരുന്നു. നീ കണ്ടോ. അങ്ങനെ കണ്ടോ. കാലു കീ കൊരിച്ചോ. ബോലോ കാലു ചോട്ടാ കാലു ബടാ കാലു കീ കൊരിച്ചോ. വാലിട്ട് അടിക്കാൻ എങ്ങനെ. ഞങ്ങൾ പോയി. ഞങ്ങൾ അടിച്ചു വരുന്നു. ഞങ്ങൾ അടിച്ചു വരുന്നു. ഞങ്ങൾ കണ്ടോ. ഞങ്ങൾ അടിച്ചു വരുന്നു. കണ്ടോ, നമ്മളെ അടിച്ചു വരുന്ന ഇലകൾ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി നിർത്തിയിരിക്കണം. ദീപക്ക് അടിച്ചു വരുന്ന ഇലകളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അങ്കിൾ അവിടെ നിൽക്കുന്നത്. കണ്ടോ. അതെ ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്പം ഈ ഇല കൊഴിയുന്ന സമയമല്ലോ. അപ്പോൾ ഈ ആര്യവേപ്പളുടെ ഇല ഒരുപാട് കൊഴിയുന്നുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ അത് അടിച്ച് റോഡിലേക്ക് ഞങ്ങൾ കൂട്ടിയിടും. അപ്പോൾ അതുകൊണ്ട് ദീപക്ക് അടിക്കുന്നുള്ളതുകൊണ്ട് ആ വണ്ടിക്കാരെ തിരിച്ച് വന്ന് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവർ വണ്ടിക്കാരെ എടുത്തുകൊണ്ട് പോകും. നമ്മൾ റോഡിൽ അടിച്ച് കൂട്ടിയിരുന്ന വണ്ടിക്കാരെ അതായത് ഇവിടെ കരിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. അടുത്തടുത്ത് ഫ്ലാറ്റ് ഉള്ളതുകൊണ്ട് കരിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മൾ അടിച്ച് കൂട്ടണോ ഇല്ലെങ്കിൽ അടിച്ച് കൂട്ടി ഏതെങ്കിലും ചാക്കിൽ വെക്കണം. ആർക്ക് കാശ് കൊടുക്കുക എടുത്തുകൊണ്ട് പോകും. അങ്ങനെ കേട്ടോ. അപ്പോൾ അത് കാരണം ദേ അവിടെ വന്ന് നിൽക്കുന്നതാണ്. നമ്മൾ പൈസയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ദേ കണ്ടോ അവർ വന്ന് കണ്ടോ. അവർക്ക് അത്ര നേരം നിൽക്കാൻ പറ്റൂല, വെയിറ്റ് ചെയ്തു. അതുകൊണ്ടൊരു ഇതിൽ വാരി മമ്മട്ടിയിൽ വാരി അവരെ എടുത്ത് കൊണ്ടുപോകും. എന്നും റോഡ് അടിക്കാം. ഞായറാഴ്ച വീട്ട് കണ്ടോ. അല്ലാതെ ഞങ്ങൾക്കിവിടെ കരിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. അത് തന്നെ നല്ല സഹായം. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാശ് കൊടുക്കണം. അതുകൊണ്ട് അവരിങ്ങനെ നോക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവർ റോഡിൻ്റെ കാര്യം നോക്കിയിട്ട് പോകും. പക്ഷെ നമ്മൾ അവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കാശൊക്കെ കൊടുക്കും. റോഡിൽ വെച്ച് കണ്ട കാശ് കൊടുക്കും. കണ്ടപ്പോൾ ബാ തണുപ്പ് ബാ ഇങ്ങനെ വാ. അവിടെ തണുപ്പത്ത് ഇരിക്കണ്ട. മഞ്ഞ് പൊന്നാ, പനി പിടിക്കും പൊന്നാ. വാ ഇവിടെ പൊന്നല്ലേ. പനി പിടിക്കും. ബാ ബിസ്ക്കറ്റ് വേണ്ടേ? എന്നാ ബാ. കണ്ടോ, പതിവ് പോലെ അവൻ്റെ ദിനചര്യകൾ കണ്ടോ. ദിനചര്യയാണ് അവൻ്റെ ദിനചര്യ. അതവൻ മാറ്റൂല. അത് കണ്ടോ.
അതുപോലെ വന്ന് കയറി നിൽക്കും. അച്ഛൻ തടവിയൊക്കെ കൊടുക്കണം, അതേ കഴുകിയൊക്കെ കൊടുക്കണം. കണ്ണിൻ്റെ അവിടെ ആ ആ ഓ സുന്ദരൻ, മമ്മിയുടെ മോൻ സുന്ദരൻ. തുടക്കട്ടെ, അല്ലെങ്കിൽ തണുപ്പ് പൊന്നാ തുടക്കണ്ടേ. ഈ എപ്പോഴെപ്പോഴും ഇങ്ങനെ മുഖം കഴിയാൻ നീ ഒരുപാട് വെളുത്തു പോവല്ലോടാ. ഇങ്ങനെ വെളുപ്പാണിത്. ഇങ്ങനെ മുഖം കഴുകി കഴിഞ്ഞ് ഇങ്ങനെ വെളുത്തു പോവില്ലേ. അവിടെ കണ്ണൊക്കെ നോക്കട്ടെ, കണ്ണിൻ്റെ പീല അതൊക്കെയാണ് നോക്കാൻ. രാവിലെ മമ്മി തുടച്ച് തന്നല്ലേടാ. ആ പോക്കോ പോക്കോ പോക്കോ. ബിസ്ക്കറ്റ് വേണ്ടേ? ആ ബാ തരാം, ബിസ്ക്കറ്റ് തരാം മമ്മ. ഇങ്ങനെ നടക്കണ രാജാവായിട്ട്. ഓ ബിസ്ക്കറ്റ് തരാം മമ്മ, ബിസ്ക്കറ്റ് തരാം. ബാ ബാ ബാ. പിച്ചിട്ട് വേണ്ടേ? തരാമല്ലോ. എടി മോൻ്റെ ബിസ്ക്കറ്റ് എവിടെ? മോൻ്റെ ബിസ്ക്കറ്റ് എവിടെ? വന്നേ, കാണിച്ചു തന്നേ. ഇത് മോൻ്റെ ബിസ്ക്കറ്റാണോ? എവിടെ മോൻ്റെ ബിസ്ക്കറ്റാണോ ഇത്? സ്കൂബുവിൻ്റെ ബിസ്ക്കറ്റാണോ? ആഹാ, സ്കൂബിൻ്റെ ബിസ്ക്കറ്റാണോ? ആഹാ, ഇതല്ലേ മോൻ്റെ ബിസ്ക്കറ്റ്. ബാ ബാ തരാം. പൊക്കോ. മുഖമൊക്കെ കഴുകിയിട്ടൊക്കെ ബിസ്ക്കറ്റ് കഴിക്കുള്ളൂ കേട്ടോ. വാ പൊക്കോ, തരാം മാമ. തണുപ്പത്ത് ഇരിക്കണ്ട, പൊക്കോ. തരാം പൊക്കോ. രാവിലെ അടുക്കളയിൽ വന്ന് കിടക്കുന്ന വിശക്കുന്നോ? ഇവിടുന്ന് എണീറ്റേ നമ്മുടെ പൊന്നോ. എവിടെയും ഒച്ച വെക്കുന്നത് ആരെയാണ്? ചേച്ചിക്ക് ചായ കൊടുത്തിട്ട് വാ, കട്ടൻ ചായ. ഇത്രയും നേരം ചേച്ചിയുടെ പിറകെ നടന്നിട്ട് ദേ ഇവിടെ കിടക്കുന്നു. ഇച്ചിരി വെയിൽ ഉദിച്ച് 2-3 സാരികളുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് സാരിയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, അപ്പോൾ സാരിയും ബ്ലൗസും ഒന്ന് വെയിൽ കൊണ്ടിട്ടേ മടക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനിയും ഒരു 2-3 സാരി ഇതുപോലത്തെ ഉണ്ട് കാഞ്ചീപുരമൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഇടാമെന്ന് വിചാരിച്ചു. വെയിലത്ത് ഇടയ്ക്കിടയ്ക്ക് അത് വെയിലത്ത് ഇട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ അതേ മോൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വെയിൽ ഒതിച്ചു അപ്പോഴത്തേക്ക് ഞാനത് കൊണ്ടുവന്ന് ഇട്ടത്. ഇത്തിരി വെയിൽ കൊണ്ടിട്ടും എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു, മടക്കി വെക്കാമെന്ന്. എവിടെയാണ് ഈ ബുള്ളറ്റുള്ളപ്പോൾ നോക്കുന്ന പോലെ ബുള്ളറ്റിൻ്റെ വീട്ടിലെ വാടകക്കാരെ നോക്കി നിൽക്കുന്നു കേട്ടോ. തിരിഞ്ഞ് നോക്കുന്നു. ബാ, അവൻ്റെ ആ കയറി നിൽക്കും, അതൊന്നും മറക്കില്ല. ഡെയിലിയുള്ള കാര്യങ്ങളാട്ടോ. കയറി നിൽക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, എല്ലായിടവും ഒന്ന് പരതി കണ്ണുകൊണ്ട്. ഓ രാവിലെ വന്ന് ബോളിൽ തൊട്ട് കളി തുടങ്ങി. കളിക്കണോ? ബോൾ കളിക്കണോ പെണ്ണിന്? ഇച്ചിരി നേരം അങ്ങനെ കളിപ്പിക്കുന്ന ഈ തണുപ്പത്ത് നല്ലതാണ് കേട്ടോ. അവർക്ക് വ്യായാമം. ചാട്ടം നോക്കൂ, കറങ്ങല്, ചാനല്. ഈ ഓട്ടവും ചാട്ടവും ഒക്കെ ആകുമ്പോൾ നല്ല വ്യായാമമാണ് കേട്ടോ. പിടിച്ചെടുത്തോണ്ട് പോയി തട്ടി കൊണ്ടുപോകുന്നുണ്ട്. ഓടിക്കോ. തട്ടി കൊണ്ടുപോകുന്നു. ഓടിക്കോ. എനിക്ക് കുറച്ച് നേരം ഓട്ടം. ഈ രാവിലെ നല്ല മഞ്ഞ് തണുപ്പത്തെ സമയത്തൊക്കെ ഇങ്ങനെ ഓടിക്കുന്നത് നല്ലതാണേ. ഇച്ചിരി വ്യായാമം കിട്ടവർക്ക്. എടുത്തണ്ട പിടിച്ചോ. ഓടിക്കോ. എന്നെ എന്തു പറ്റി? നോക്കണ്ടേ? അതെ, ഡാഡി ഒരുങ്ങി. ഡാഡി പോകാൻ പോകുന്നു. ടാറ്റ. കുറച്ച് നേരം തടവി എടുത്ത് ഇനി അങ്ങോട്ട് പോകണം ഡാഡിയെ കൊണ്ടാക്കാൻ. ശരി, പോയിട്ട് വാ. കൊണ്ടാക്കിയില്ലേ അവന് ഉറക്കം വരില്ല. പോയിട്ട് വന്നോ. ശരി, പോകുന്നു. കൊണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ. പോയാ? ടാറ്റ പറ. ശരി, വൈകുന്നേരം വരും കേട്ടാ. പോന്നു.
പോയാ പോണ്. ഈ പച്ചക്കറിക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. പോയി പോയാ ടാറ്റ പറഞ്ഞേ ഉച്ചക്ക്. ടാറ്റ പോയി. ഉച്ച വരുവേട്ട, വൈകുന്നേരം വരുവേട്ട, വിഷമിക്കണ്ട ഏട്ട, വരുവേ. അവിടെ ഇപ്പുണ്ട് പച്ചക്കറിക്കാരും എല്ലാവരും ഇപ്പുള്ളത്. ഇത് കണ്ടോ, പച്ചക്കറിക്കാരൊക്കെ ഇപ്പുണ്ട്. അച്ഛൻ പോയി, കടകളൊക്കെ തുറന്ന് വരുന്നു. നീ ബാ പോവാം, ബാ പോവാം, ബാ പോവാമോ? ആ ശരി, പോക്കോ പോക്കോ, നല്ല കുട്ടി പോക്കോ. അച്ഛ പോയിന്ന് നോക്കണ്ട, ബാ. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, അച്ഛ പോയി. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അച്ഛ പോയി, നിനക്കെന്താ വൈകുന്നേരം വരത്തില്ലേ? ബാ, ഇതൊന്നും അങ്ങനെ ഇരിക്കല്ലേ, കാത്തുകൂത്തിയിരുന്ന അച്ഛൻ ഇപ്പോൾ വരൂല. ഇവിടെ ഇരുന്നാലേ സ്ട്രീറ്റ് പപ്പീസ് വരും പൊന്നോ, തണുപ്പ്. ബാ, നമ്മുടെ പൊന്നല്ലേ, ബാ ബാ ബാ. അച്ഛൻ ഷർട്ടിൻ്റെ ഉള്ളിലാണ് സ്വെറ്റർ ഇട്ടുകൊണ്ട് പോയത്. കണ്ടോ ആൾക്കാർ പോകുന്നു. ബാ 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 പൊന്നു, അമ്മയുടെ പൊന്നല്ലേ. ആ ഇരിപ്പൊക്കെ കണ്ടോ, അച്ഛനെയും കാത്തുള്ള ഇരിപ്പ്. അച്ഛൻ പോയെന്ന് പറഞ്ഞിട്ട് അവന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതൊന്തിരിപ്പാണ് പൊന്നാ പൊന്നാ. ബോളുണ്ട്, ബാ നമുക്ക് ബോൾ തരാം, ബാ. അവൻ്റെ വിചാരം അച്ഛൻ തിരിച്ചു വരുമെന്നാണ്. കടയിലല്ല പോയത്, ഓഫീസിലാണ് പോയത്. ബാ, വൈകുന്നേരം വരത്തുള്ളൂ കേട്ടോ അച്ഛ. ഓ, വൈകുന്നേരം വരും, കടയിലല്ല പോയി പൊന്നോ. ഒരാളെ വീട്ടിൽ നിന്ന് വിടാൻ അവന് ഇഷ്ടമല്ല, എല്ലാവരും വീട്ടിൽ വേണം. പോക്കോ, ഗുഡ് ബോയ് ഗുഡ് ബോയ്. ആ ഗുഡ് ബോയ് ഗുഡ് ബോയ്, അമ്മയുടെ മോൻ ഗുഡ് ബോയ്. തുണികൾ എടുത്തുകൊണ്ട് പോവാം, നമുക്ക് തുണികൾ എടുത്തുകൊണ്ട് പോവാം. താഴത്തെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് കുറച്ച് തുണികൾ വിരിച്ചായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോകാനാണ് കേട്ടോ. കയറിക്കോ കയറിക്കോ കയറിക്കോ, പിന്നെ വരാം. ചേട്ടൻ്റെ മറവാണ്. ഇപ്പോൾ വിരിച്ച ഷീറ്റാണേ, ചുളുക്കി കൂട്ടുന്നുണ്ട വില്ലൻ. ഷീറ്റ് വിരിച്ച് ഇങ്ങോട്ട് വന്നില്ല, അപ്പോൾ തന്നെ ചുളുക്കി കൂട്ടുന്ന പൊന്നാ. ചേട്ടൻ പോണ അച്ഛനെ കൊണ്ടുവിട്ട് ഇനി അടുത്ത് ചേട്ടനെ ടാറ്റ. ഓഹോ, ടാറ്റ ടാറ്റ പോയി ചേട്ടൻ. വാ, ചേട്ടൻ പോകുന്നല്ലേ, ടാറ്റ പോകും. ചേട്ടൻ പോകുന്നു, ഓഫീസിൽ പോകുന്നു, ബാങ്കിൽ പോകുന്നു ചേട്ടൻ. ചേട്ടൻ ഇന്ന് മന്ത് എൻ്റെ ഒക്കെ അല്ലേ, ഭയങ്കര തിരക്കാണ്. 3-4 ദിവസമായിട്ട് 7 മണിക്ക് പോകുന്നതാണ് കേട്ടോ. എന്നാൽ ഇത്തിരി വൈകി പോകും. പോയോ ചേട്ടനും പോയോ? പോട്ടെ, സാരമില്ല, ചേട്ടനും പോയാ. എൻ്റെ ആ പരവേശം കണ്ടോ എല്ലാവരും പോകുമ്പോൾ. ചേച്ചി ഉണ്ടല്ലോ, പിന്നെന്താ, മമ്മി ഉണ്ടല്ലോ. ടാറ്റാ 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 ടാറ്റ. പോയി ചേട്ടൻ, ചേട്ടൻ പോയി. ടാറ്റാ, ബാ. എൻ്റെ മോൻ വാ, നമ്മുടെ ചക്കര മോൻ വാ, ബാ. പോയി. ചേട്ടനൊക്കെ ധൃതിയാടാ മോനെ, മന്ദൻ്റും ഒക്കെ ഭയങ്കര ധൃതിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവന് ഫുഡ് കൊടുക്കണം, ഇവനെ തുടച്ചൊക്കെ എടുത്ത് ഡ്രസ്സ് മാറ്റണം, ഒത്തിരി പണിയുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്നെ നോട്ടിഫിക്കേഷനും വീഡിയോസൊക്കെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അല്ലേ ഫ്രണ്ട്, അല്ലേ മോനു? ഒരു ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ, ബാ. ഒരു ഹായ് കൊടുത്തേ പൊന്ന, ഒരു ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ പൊന്ന, ബാ. ഒരു ഹായ് കൊടുത്തേ, ഒരു ഹായ്. ഈ കൈയുണ്ട് ഒരു ഹായ് കൊടുത്തേ, ഈ കൈ ഹായ്. അപ്പോൾ എല്ലാവർക്കും മോൻ ഹായ് തന്നെ കേട്ടോ. നല്ല മോനാണ്, ഗുഡ് ബോയ്. അത് ഞാൻ കിടന്നുകൊണ്ട് തരരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എണീറ്റിരുന്ന് തരുന്നത്.
അപ്പോൾ എല്ലാവർക്കും മോന് ഹൈ തന്നിട്ട് ഒന്നും കൂടെ കൊടുത്തു, ഒന്നും കൂടെ ഹൈ ഹൈ. അയ്യോ ഇനി ഞാൻ തരൂല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഹൈ തന്നു. അപ്പോൾ നാളെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. പതിവ് പോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഞാൻ ശ്രമിക്കാം എന്നും കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ ഫ്രണ്ട്സ്. അപ്പോൾ ഒന്നും കൂടെ ഹൈ കൊടുത്തേ, ഒന്നും കൂടെ ഹൈ കൊടുത്തേ. അങ്ങനെ എപ്പോഴെപ്പോഴും കൊച്ചു തരൂല കേട്ടോ. നല്ല ഹായ് കണ്ടോ, ഹൈ തന്നു. അപ്പോൾ നാളെയൊക്കെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.